ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ലഞ്ച് ബോക്സിലേക്കോ ഗസ്റ്റ് വരുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ടൊമാറ്റോ പുലാവ് നല്ല സൂപ്പർ ടേസ്റ്റി, വേഗം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം വയ്ക്കുക. പാത്രത്തിലേക്ക് നമുക്ക് നന്നായിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഗീ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 3 ഏലക്കായ, 4 ഗ്രാമ്പു. ഞാൻ 1 കപ്പ് റൈസിൻ്റെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 പട്ടയുടെ ഇല, ബേ ലീവ്സ്, 2 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ചൂടാവട്ടെ. ഇപ്പം ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള 1 കപ്പ് ഒനിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് കടിക്കാൻ ഈ പുലാവിൽ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി ആവട്ടെ. ഇപ്പം ഇതാ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നന്നായിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഗാർലിക്കും ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ജിഞ്ചറും ഗാർലിക്കും ചതച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതൊന്നായി വരുമ്പോൾ നമുക്ക് ഒരു 1.25 കപ്പ് ടൊമാറ്റോൻ്റെ പ്യൂരി. ടൊമാറ്റോനെ ഞാൻ വെറുതെ അരച്ചെടുത്താണ്. ഒരു 3 മീഡിയം സൈസുള്ള ടൊമാറ്റോ അരച്ചെടുത്തതായിരുന്നു. അത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കുറുകട്ടെ. ടൊമാറ്റോ ഒന്ന് കുറുകി വരുന്നവരെ ഇങ്ങനെ ഒന്ന് വേവിക്കാം. നമുക്ക് കുറുക പറഞ്ഞാൽ ഒരുപാട് കുറുകണ്ട, പക്ഷെ ആ പച്ച മണമൊന്നും നമുക്ക് മാറിക്കിട്ടണം. ഇത് കണ്ടോ, നന്നായി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണോളം ഗരം മസാല. ഇത്രയും മസാലകൾ മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ നല്ല ടേസ്റ്റ് വരും. കാരണം ഹോൾ മസാലസ് ഒക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു ടേസ്റ്റിലായിരിക്കും ഈ പുലാവ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല തിക്കാവുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 കപ്പ് ബീൻസും. ഈ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ വേവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വേവിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി 1 കപ്പ് കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. ബിരിയാണിയുടെ അരിയാണ് ഉപയോഗിക്കുന്നത്, ബസ്മതി റൈസല്ല. അതൊരു 10-15 മിനിറ്റ് മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതായിരുന്നു. ഇനി ഇതിനെ വന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും നെയ്ച്ചോറിൻ്റെ മാതിരി ഭയങ്കര ഡ്രൈ ആയി ആവുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ടൊമാറ്റോ ഒഴിച്ചതുകൊണ്ട് തന്നെ ഒരിക്കലും നെയ്ച്ചോറിൻ്റെ അത്രയും ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരില്ല. ഇനി ഇതിലേക്ക് നന്നായി ഒന്ന് അതിലേക്ക് എല്ലാം ഒന്ന് മസാലകളൊക്കെ അതിലേക്ക് പിടിച്ചു വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് എപ്പോഴും ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഒരു 1.25 to 2 കപ്പിൻ്റെ ഉള്ളിൽ വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് റൈസിന് വേവ് കൂടുതലാണ് തോന്നുകയാണെങ്കിൽ 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കൂ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ വളരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വിട്ട് കൊടുത്ത് നമുക്ക് എഗെയിൻ ഒരു 5-10 മിനിറ്റോളം അടച്ച്, ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഗ്യാസിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കൂ. ഒന്നും കൂടി കുക്കാവട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പുലാവ്, ടൊമാറ്റോ പുലാവ് റെഡി ആയിട്ടോ. ഇതിൽ ടൊമാറ്റോൻ്റെ ഓവറായിട്ടുള്ള ടേസ്റ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എന്നാൽ ടൊമാറ്റോൻ്റെ ചെറിയൊരു മധുരവും ടേസ്റ്റും ഒക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ടൊമാറ്റോ ഭയങ്കര പുളിയാണെങ്കിൽ ഞാൻ ഒഴിച്ചത്ര ക്വാണ്ടിറ്റി വേണ്ടി വരില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ബട്ടറാണ് ഞാൻ പീസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ബട്ടറിന് പകരം ഗീ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഗീ പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിനി ലെമൺ ഒന്നും സ്ക്യൂസ് ചെയ്യാതെ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ടൊമാറ്റോൻ്റെ തന്നെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. എന്നാൽ അത് പുളിയല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള ഒരു ടൊമാറ്റോ പുലാവ് ഇതാ നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ച് വെച്ചപ്പോൾ കണ്ടോ, സൂപ്പറായിട്ട്. കൈമ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റെഡിയായി. ഇത് ബസ്മതി റൈസ് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വെള്ളം ചിലപ്പോൾ മതിയാവുകയില്ല കേട്ടോ. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ടൊമാറ്റോ പുലാവ് ഇതാ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതും നമ്മുടെ തക്കാളി ഉള്ളിയും കൂടി അരിഞ്ഞിട്ടുള്ള സലാഡും പപ്പടം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ ലഞ്ചൊക്കെ പാകത്തിലാവുകയും ചെയ്യട്ടോ. സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാം, ഓഫീസിലേക്ക് കൊടുത്തേക്കാം. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എല്ലാ ഗസ്റ്റ് വരുമ്പോഴും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുലാവ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.